ബീഹാറിൽ എക്സിറ്റ് പോളുകൾക്ക് പോലും തെറ്റുപറ്റിയെന്ന് പറയേണ്ടി വരും. കാരണം ഒന്നോ രണ്ടോ ഏജൻസികൾ ഒഴികെ മറ്റാരും NDA സഖ്യത്തിന് ഇത്തരമൊരു മുന്നേറ്റം പ്രവചിച്ചിട്ടില്ല. ഏതാണ്ട് 20-ൽ കൂടുതൽ എക്സിറ്റ് പോളുകൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രവചനങ്ങൾ നടത്തിയതാണ്. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും NDA ബീഹാറിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് ഏതാണ്ട് 130-140 മാർജിനിൽ മാത്രമാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. എന്നാൽ ഇത് അതുക്കും മേലെയാണ്. ഈ ഒരു മഹാവിജയത്തിൽ പല സംശയങ്ങളും ഉയർന്നു വന്നിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം EVM മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിന് ജനങ്ങൾ കാവൽ നിന്നത് എത്രത്തോളം ജനാധിപത്യത്തെ നശിപ്പിക്കുവാൻ BJP ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും ബീഹാറിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് ഇരു സഖ്യങ്ങളും കണക്ക് കൂട്ടിയെങ്കിലും സംഭവിച്ചത് എന്താണ് എന്ന് ഇനിയും വ്യക്തമാവാനുണ്ട്. SIR മറയാക്കി ഏതാണ്ട് 65 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തും BJPയുടെ സഖ്യകക്ഷി എന്ന് തോന്നിക്കും വിധം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റവും ബീഹാറിൽ നിന്നും മറ്റൊരു വിധി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് വ്യക്തമാക്കിയത്. പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടി മുഴുവൻ സീറ്റും മത്സരിച്ചപ്പോൾ വൈസിയുടെ മജ്ലിസ് പാർട്ടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും മത്സരിച്ച് മതേതര വോട്ടുകൾ വിഭജിച്ച് മോദി നിതീഷ് സഖ്യത്തിന് രഹസ്യ സഹായം ചെയ്തപ്പോൾ ഭരണവിരുദ്ധതയുടെ ജനഹിതം പലയിടത്തായി വിഭജിക്കപ്പെട്ടു. സർക്കാർ പദ്ധതി എന്ന പേരിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് 1.21 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് NDA സർക്കാർ 10,000 രൂപ വീതം നൽകുമെന്ന പ്രഖ്യാപനവും രാഷ്ട്രീയ സാക്ഷരത വേണ്ടത്രയില്ലാത്ത പാവങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാര യാത്രക്ക് ബീഹാറിൽ ലഭിച്ച സ്വീകാര്യത എങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതായി എന്നുള്ളതും സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. BJPയുടെ സിറ്റിംഗ് MLA പോലും വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വോട്ട് കള്ളൻ എന്ന് ആക്ഷേപിച്ച് ആട്ടിപ്പായിച്ച ജനക്കൂട്ടം അവരെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്തുവെന്ന് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം വോട്ട് കൊള്ളയുടെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ ഉത്തരമില്ലാതെ ഒഴിഞ്ഞുമാറി ഒളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ പല തട്ടിപ്പുകളിലൂടെയും നേടിയ വിജയത്തിൽ മേനി നടിക്കുന്ന മോദി സർക്കാരും ഇന്ത്യൻ ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തുന്നു എന്ന് പറയേണ്ടി വരും. വർത്തമാന ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ ഇതാണെന്നിരിക്കെ സംഘപരിവാറിനോട് സന്ധിയില്ലാതെ പോരാടുന്ന രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും വില കുറച്ച് കാണുന്ന ഒരവലോകനവും സത്യസന്ധമായിരിക്കില്ല എന്നതും ഉറപ്പാണ്. വാരണാസിയിലെ മോദിയുടെ വിജയം പോലും സംശയിക്കപ്പെടുന്ന ഈ ഒരു കാലത്ത് വ്യാജ ഡിഗ്രിയുടെയും വ്യാജ വിജയത്തിൻ്റെയും മാത്രം മേനി നടിക്കുന്നവരുടെ വിജയങ്ങൾക്ക് വലിയ ആയുസ്സുണ്ടാകില്ല. തട്ടിയെടുക്കുന്ന കേവല വിജയങ്ങൾക്കപ്പുറം സത്യസന്ധമായ ജനാധിപത്യ പ്രക്രിയയാണ് ഈ രാജ്യത്തിന് ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും BJPയുടെയും സഖ്യം വിജയിക്കുമ്പോൾ ബീഹാറിൽ തോറ്റത് ജനങ്ങളാണ്, ഇന്ത്യൻ ജനാധിപത്യമാണ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇഴകീറി പരിശോധിക്കുവാൻ കോടതികൾക്ക് പോലും സമയമില്ലാത്തപ്പോൾ പലവട്ടം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ജനഹിതം തന്നെയാണ്.